നമ്മൾക്ക് കേരളത്തിൽ മാത്രമല്ല ഓണം ഒതുങ്ങി നിൽക്കുന്നത്. ചിങ്ങം പിറന്നത് മുതൽ ഓണം ആഘോഷിക്കുകയാണ് ഈ ഓസ്ട്രേലിയയിലെ മലയാളികൾ. അപ്പോൾ ജോലി ദിവസങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒഴിവ് സമയത്തൊക്കെയാണ് അവർ ഈ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയക്കാരുടെ ആ ഒരു ഓസ്ട്രേലിയൻ മലയാളികളുടെ ഓണവിശേഷം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് സുരാജ് സെബാസ്റ്റ്യൻ. പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ പങ്കെടുക്കുന്ന, ഏറ്റവും കൂടുതൽ പേർ ആഘോഷിക്കുന്ന ഉത്സവം എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഗൃഹാതുരതയുടെ ഉത്സവമായ ഓണാഘോഷം. പ്രവാസികൾക്ക് പലപ്പോഴും ഓണാഘോഷങ്ങൾ ഓർമ്മകളുടെ വീണ്ടെടുക്കൽ കൂടിയാണ്. കേരളക്കരയിൽ അത്തം പത്തിനാണ് പൊന്നോണമെങ്കിൽ പ്രവാസ ലോകത്ത് ചിങ്ങം പിറന്നാൽ ഓണമാണ്. എത്ര ഓണമുണ്ടു, എത്ര ഓണം ആഘോഷിച്ചു എന്ന് ചോദിച്ചാൽ കണക്കൊന്നുമില്ല. അവന്റെ തിരക്കിട്ട പ്രവാസ ജീവിതത്തിൽ ഒത്തിരി തിരക്കുകൾക്കിടയിൽ ഓർമ്മകളിലേക്ക് അവൻ മടങ്ങിപ്പോകുന്നു. ഗംഭീരമായിട്ട് പരിപാടികൾ, പ്രവാസ ജീവിതത്തിലെ ഏറ്റവും മികച്ച പരിപാടികളുമായിട്ട് ഓരോ അസോസിയേഷനും പരസ്പരം മത്സരത്തിലാണ്. ചരിത്രമൊന്നും അറിയില്ലെങ്കിലും പ്രവാസ ലോകത്തെ പുതുതലമുറയ്ക്ക് ഓണമെന്നാൽ പൊളി ആഘോഷമാണ്. നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ കൾച്ചർ, അതുപോലെ നമ്മുടെ കോസ്റ്റ്യൂംസ്, ഫുഡ്, സദ്യ, അങ്ങനെ എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ആണ് നമുക്ക് ഓണം. ചെണ്ടമേളവും ഓണപ്പാട്ടുകളും ഓണസദ്യയുമൊക്കെയായി ഓണം മൂഡ് കളറാക്കുകയാണ് ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികൾ. ഓണാഘോഷങ്ങൾ അനുസ്യൂതം തുടരുകയാണ്. തിരുവോണത്തിന് ശേഷവും നീളുന്ന ആഘോഷങ്ങൾ ഒത്തൊരുമയുടെയും കൂടിച്ചേരലുകളുടെയും സന്തോഷത്തിന്റെയും നല്ല ദിനങ്ങളാണ് പ്രവാസികൾക്ക് സമ്മാനിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും സുരാജ് സെബാസ്റ്റ്യൻ, 24.